ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ നെക്സ്റ്റ് ഒരു 30 ട്രേഡ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് മാറാൻ പറ്റും. ഓക്കെ, അപ്പോ നിങ്ങൾ വിചാരിക്കും ഇവൻ ഒരു ലൈനിൽ ഇത് പറഞ്ഞു തീർത്തു, ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണോ എന്ന് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും 30 ട്രേഡ് കഴിയുമ്പോൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങളിപ്പോ ഒരു ബിഗിനർ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗിന് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്, 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്നിട്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ അല്ല, അവരും കൂടെ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ബിഫോർ, അതായത് ഇതിന് മുന്നേ ഇന്നലെ വരെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ആദ്യം തന്നെ നമുക്കൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടായിരിക്കണം. നമുക്കൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഇല്ലാണ്ട് നമ്മൾ ഒരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി പറ്റില്ല. ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി, പ്രോപ്പർ എക്സിറ്റ്, പ്രോപ്പർ സ്റ്റോപ്പ് ലോസ്, പ്രോപ്പർ പ്രോഫിറ്റ്, ഓക്കെ, എൻട്രി, എക്സിറ്റ്, ഇതൊക്കെ ആ ഒരു ട്രേഡിംഗ് സെറ്റപ്പിൽ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കണം. അതിനകത്ത് ഒരു തരത്തിലുള്ള ചേഞ്ചും വരുത്താൻ വേണ്ടി പാടില്ല. അതായത് ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി, നമുക്ക് സ്ട്രാറ്റജീസ് ഒരുപാട് ഇപ്പൊ യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഇഷ്ടംപോലെ സ്ട്രാറ്റജീസ് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മാർക്കറ്റിൽ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. ഞാൻ കണ്ടുപിടിച്ചത് ഞാൻ എന്റെ സ്വയം, അതായത് ഞാൻ ട്രേഡ് ചെയ്ത് എന്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മേക്ക് ചെയ്ത ഒരു സ്ട്രാറ്റജിയിലാണ് ഞാൻ ട്രേഡ് എടുക്കാറ്. ഓക്കെ, അപ്പം അതുപോലുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു സ്ട്രാറ്റജിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നിങ്ങൾ ഫസ്റ്റ് തന്നെ നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ആണ് ആദ്യം വേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾ റെഡിയാക്കി. ഓക്കെ, ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. പെർഫെക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ സൈസിങ് വേണം. അതായത് നിങ്ങളുടെ കയ്യിൽ എത്രയാണ് ക്യാപിറ്റൽ ഉള്ളത്, ഫസ്റ്റ് ക്യാപിറ്റൽ, അതായത് ട്രേഡിംഗ് സെറ്റപ്പ്, നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയണേ, എല്ലാവരും പറയും 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ 1% റിസ്ക് എടുക്കാൻ പാടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ എടുക്കുന്ന ട്രേഡ് ഒക്കെ, അതായത് 1-2 പോയിന്റിലൊന്നും നമുക്ക് ഇവിടെ SL വെച്ചിട്ട് ഒരു കളിയും മാർക്കറ്റിൽ നടക്കില്ല. മനസ്സിലായില്ലേ? മിനിമം 10 to 12 പോയിന്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വച്ചേ പറ്റൂ. അപ്പൊ അതനുസരിച്ചുള്ള ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ എന്തായാലും വേണം. ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ കുറവാണെന്ന് വെച്ചു, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 20,000 റുപ്പീസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പൊ 20,000 എന്താണ്, നമ്മളൊക്കെ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാം. ഈ ഒരു 20,000 ക്യാപിറ്റൽ ഫസ്റ്റ് നമ്മൾ പോയിട്ട് ഒരു ലോഡിൽ ട്രേഡ് ചെയ്യും. പിന്നെ പ്രീമിയം, അതായത് നമ്മുടെ എക്സ്പയറി ഡേന്റെ അന്ന് തലേ ദിവസമൊക്കെ 2 ദിവസം മുന്നേക്ക് പ്രീമിയം ചെറിയ പൈസ കിട്ടും. അതായത് 80 രൂപയ്ക്ക് 70 രൂപയ്ക്ക് പ്രീമിയം കിട്ടും. അത് പോയിട്ട് മേടിക്കും. അത് പോയിട്ട് മേടിച്ചാൽ എന്താ സീന്? അത് പോയിട്ട് മേടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസം ഒരു ലോട്ട് നമ്മൾ 2 ട്രേഡ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് ഒക്കെ മേക്ക് ചെയ്തിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആ പ്രീമിയം, അതായത് എക്സ്പീരിയൻസ് തലേ ദിവസം 2 ദിവസമൊക്കെ നമ്മൾ ലോട്ട് കൂട്ടി മേടിക്കുമ്പോൾ നമുക്ക് അന്ന് ലോസ് വരുമ്പോൾ നമ്മൾ ഇതിനു മുന്നേ മേക്ക് ചെയ്ത പ്രോഫിറ്റ് ഒക്കെ 0 ആയിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു പ്രശ്നം ഞാനും ഫേസ് ചെയ്യുന്നു. ഞാനും അതുപോലെ, അതായത് എനിക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യണം, അതായത് ഈ പ്രീമിയം കുറവാണ്, അപ്പൊ ഇതിനകത്ത് ഒരു 10 പോയിന്റ് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടും, വെറും ഒരു 4 ലോട്ട് ബൈ ചെയ്താലേ എനിക്ക് പ്രോഫിറ്റ് കൂടുതൽ, എന്റെ ക്യാപിറ്റൽ ഡബിൾ ആക്കാം എന്നുള്ള ചിന്തയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ലോസ് മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ഏത് എക്സ്പയറി ഡേ ആയിക്കോട്ടെ, എപ്പോഴായിക്കോട്ടെ, നിങ്ങളുടെ ലോട്ട് സൈസ് പെർഫെക്റ്റ് ഫിക്സ് ആയിരിക്കണം. ഒരു ലോട്ട് ഇല്ല, 2 ലോട്ടോ, ഇത് ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്യണം. പിന്നെ ഇതിന്റെ മിഡിൽ കൂട്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്യാപിറ്റൽ 20,000 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് ഒരു 10 ട്രേഡ് കണ്ടിന്യൂസ്ലി ലോസ് ചെയ്യേണ്ട പൈസ നിങ്ങളുടെ കയ്യിൽ വേണം, പ്ലസ് ക്യാപിറ്റലും വേണം. അതായത് നിങ്ങൾ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന വെച്ചോ, ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 10,000 രൂപ നമുക്ക് വേണം ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിഫ്റ്റിയിലും. അപ്പൊ എന്താണ്, നമുക്കൊരു 10 ട്രേഡ് കണ്ടിന്യൂസ് ലോസ്, നമ്മളൊരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ തന്നെ നമുക്കൊരു 80 to 900 റുപ്പീസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ചെയ്യേണ്ട പൈസ നമ്മുടെ കയ്യിലാണ്. മനസ്സിലായില്ലേ? ഇതുള്ള ഇപ്പൊ എന്താണ് പ്രശ്നം വെച്ചാൽ നമുക്കൊരു ധൈര്യമാണ്, നമുക്ക് ട്രേഡ് എടുക്കാൻ, നെക്സ്റ്റ് നമ്മുടെ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യും, നമുക്ക് ട്രേഡ് എടുക്കാൻ നമുക്കൊരു ധൈര്യം
ഉണ്ടാവും. ഓക്കെ, ഇത് ഫസ്റ്റ് നിങ്ങളെ മൈൻഡിൽ വെക്കണം. ഒരിക്കലും 20,000 ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഇനി ഇനി നെക്സ്റ്റ് നമുക്കിപ്പോ എന്തായി, ട്രേഡിംഗ് ക്യാപിറ്റലായി, ട്രേഡിംഗ് സെറ്റപ്പായി. ഇനി നമ്മൾ മാർക്കറ്റിലോട്ട് പോവുകയാണ്. മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ്, ഇതും കൊണ്ട് ഈ ഒരു പൈസയും ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ ട്രേഡ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിഫ്റ്റി ചെയ്യാം, ബാങ്ക് നിഫ്റ്റി ചെയ്യാം, സെൻസെക്സ് ചെയ്യാം, സ്റ്റോക്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ക്രിപ്റ്റോ, ഫോറക്സ്, എവിടെ വേണം നിങ്ങൾക്ക് പോയി ചെയ്യാൻ വേണ്ടി പറ്റും. അതിലും ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്, ഒരു ദിവസം സ്റ്റോക്ക് ചെയ്യും, ഒരു ദിവസം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, അവിടെ എക്സ്പീരി ആണ്, ഇവിടെ എക്സ്പീരി ആണ്, ഇവിടെയൊക്കെ പോയി ട്രേഡ് ചെയ്യും. അവിടെയും ലോസ് മാത്രമേ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഒറ്റ ഇൻഡെക്സ് സെലക്ട് ചെയ്യാം. അത് ഏതോ ആട്ടെ, നിഫ്റ്റി, നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച്, നിങ്ങളുടെ സ്ട്രാറ്റജി വർക്കാവുന്നതനുസരിച്ച് ഏതൊരു ഇൻഡെക്സോ ഏതൊരു സ്റ്റോക്കോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്റ്റോക്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാം. ഒരിക്കലും വേറെ സ്റ്റോക്ക് പോയിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രയും 3 കാര്യങ്ങൾ പഠിച്ചു. അതായത് ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടായിരിക്കണം, ക്യാപിറ്റല്, അതുപോലെ തന്നെ നമ്മൾ ലോട്ട് സൈസ്, ഒരു ഇൻഡെക്സ്, ഏതെങ്കിലും ഒരു ഇൻഡെക്സ്, ഈ ഒരു 4 കാര്യം മനസ്സിലായി വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാം ഓരോന്നും മതി. നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് ഇതിനകത്ത് ഒന്നും യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു ഇൻഡെക്സ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇൻഡെക്സിലോട്ട് നമ്മൾ വരികയാണ്, ട്രേഡ് ചെയ്യാൻ വേണ്ടി വരികയാണ്. ഓക്കെ, ട്രേഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ട്രേഡിംഗ് സെറ്റപ്പിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. എന്നും നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതായത് നമ്മുടെ സെറ്റപ്പ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ, അതായത് മാർക്കറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ആ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ വന്നിട്ട് ടിക്ക് ചെയ്യുക. ഓക്കെ, വന്നിട്ടുണ്ട്, ഓക്കെ, ഇത് ഓക്കെയാണ്. ഓക്കെ, അവസാനം നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് 10 പോയിന്റ് ആണോ വെച്ചത്, അതും ടിക്ക് ചെയ്യുക. 10 പോയിന്റ് വെച്ചിട്ടുണ്ട്. ടാർഗറ്റ് നമ്മൾ 30 പോയിന്റ് ആണോ വെച്ചത്, അതും ടിക്ക് ചെയ്യുക. എന്നിട്ട് ഓവറോൾ നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക, നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ, റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ, നിങ്ങൾ പറയുമ്പോൾ സിമ്പിൾ ആയിരിക്കും, ഇത് എഴുതി വെക്കാൻ, നമുക്ക് ഫോളോ ചെയ്യാം. പക്ഷെ മാർക്കറ്റിൽ നമുക്ക് ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പറയുമ്പോൾ സിമ്പിൾ ആയിരിക്കും, പക്ഷെ നമ്മളെല്ലാവരും ലക്ഷ്യം പൈസ ഉണ്ടാക്കണം, ഡെയിലി പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു വരുന്നവരാണ്. പക്ഷെ ഡെയിലി പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു വരുന്നവരാണ് മാർക്കറ്റിൽ എപ്പോഴും ലോസ് വരുന്നത്. നമുക്ക് എന്നും ട്രേഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സെറ്റപ്പ്, ചിലപ്പോൾ നമുക്ക് 2 ദിവസമായിട്ട് ട്രേഡ് ഉണ്ടാവില്ല, 3 ദിവസം ട്രേഡ് ഉണ്ടാവില്ല, വെയിറ്റ് ചെയ്യാം. നമ്മളെ പെർഫെക്റ്റ് ആ ഒരു സെറ്റപ്പ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് വരുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യാം. അതെന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ആ ഒരു ട്രേഡ് ലോസ് വന്നാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. കാരണം നമുക്ക് അടുത്ത സെറ്റപ്പിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതേ ഒരു സെറ്റപ്പ് വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നമുക്ക് തോന്നും. മാർക്കറ്റിൽ നമുക്ക് നോക്കാൻ പറ്റും, മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കാം. അതായത് ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ഞാൻ എന്തിനാണ് ഈ ട്രേഡ് എടുത്തതെന്നും, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെന്നും, എവിടെയാണ് പ്രോഫിറ്റ് വെക്കുന്നതെന്നും, എത്രയാണ് ലോട്ട് സൈസ് എന്നൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, ഇത് എനിക്ക് ഓൾറെഡി ഈ ഒരു ബുക്ക് വന്നു. അതായത് ഇതിനകത്ത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ധന്യൻ അയച്ചു തന്നാണ് എനിക്ക്. ഓക്കെ, അപ്പം ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്രയാണ് എൻട്രി പേസും, അതായത് എത്രയാണ് ക്വാണ്ടിറ്റി എന്നും, സ്റ്റോപ്പ് ലോസ് എത്രയാണെന്നും, റിസ്ക് റിവാർഡ് എത്രയാണെന്നൊക്കെ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും എഴുതി ഒരു നോട്ട് എപ്പോഴും കീപ്പ് ചെയ്യാം. ഇപ്പൊ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് അന്നത്തെ ഡേറ്റിൽ അന്ന് താഴെ എഴുതി വെക്കുക. എന്തിനാണ് എന്തുകൊണ്ടാണ് ഇവിടെ ലോസ് ആയത്, ഇവിടെ ശരിക്കും നമ്മൾ റോങ് എൻട്രി ആണോ ചെയ്തത് എന്ന് നോക്കുക. ഓരോ ട്രേഡ് എടുക്കുന്നതിന് മുന്നേയും എടുത്ത് കഴിഞ്ഞിട്ടും, അതായത് എടുത്ത് കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഒരു ട്രേഡ് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അനലൈസും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുകിൽ നമ്മുടെ SL, ഒന്നുകിൽ നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ട്രേഡ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് അനലൈസ് ചെയ്യുക, നമ്മുടെ ട്രേഡും കാര്യങ്ങളും എന്തായതെന്ന് അനലൈസ് ചെയ്യുക. അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു കാര്യങ്ങൾ, ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട്, നിങ്ങൾ ഒരു ട്രേഡ് പോലും നിങ്ങളുടെ സ്ട്രാറ്റജി വരാണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ നിങ്ങൾ ഒരു 30 ട്രേഡ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 110% നിങ്ങൾക്ക് പ്രോഫിറ്റ് ആ ഒരു മന്ത്, ആ ഒരു ട്രേഡിങ് 30 ദിവസം കഴിയുമ്പോഴേക്കും, 30 ദിവസം അല്ല 30 ട്രേഡിങ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് മാറിയിട്ടുണ്ടാവും.
ഓക്കെ, ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ക്യാപിറ്റൽ, പൊസിഷൻ സൈസിങ്, ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ മാർക്കറ്റിൽ വലിയൊരു ന്യൂസുകളൊക്കെ വരും, മാർക്കറ്റ് നാളെ നല്ലൊരു ബുള്ളിഷ് മൂവ് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി മേടിക്കാം. ഇതൊന്നും പാടില്ല. അന്നും നിങ്ങളെ ക്വാണ്ടിറ്റി എന്താണോ, നിങ്ങളെ ക്യാപിറ്റൽ എന്താണോ, നിങ്ങളെ സെറ്റപ്പ് എന്താണോ, ഏത് ന്യൂസോ എന്തോ വന്നോട്ടെ, നിങ്ങളെ സെറ്റപ്പിൽ അന്ന് ട്രേഡ് വന്നില്ലേ, ട്രേഡ് എടുക്കരുത്. മനസ്സിലായില്ലേ? എന്ത് വാർത്ത വന്നാലും നിങ്ങളുടെ സെറ്റപ്പിൽ ട്രേഡ് വന്നാൽ വേണ്ടി മാത്രം എടുക്കുക. ഓക്കെ, ഒരു പക്ഷെ അന്ന് നിങ്ങളുടെ സെറ്റപ്പിൽ ട്രേഡ് വരാണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കും, നിങ്ങളുടെ എഗെയിൻസ്റ്റ് മാർക്കറ്റ് സ്പീഡിൽ മൂവ് ആവും. ഒരു സെക്കൻഡിലൊക്കെ 200 പോയിന്റ് ഒക്കെ ചിലപ്പോൾ മൂവ് ആവും. അതുപോലത്തെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം അവിടെ സീറോ ആയിപ്പോ. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെ പ്രോപ്പർ സെറ്റപ്പ് അനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യാം. ട്രേഡിംഗ് ജേർണൽ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ എടുക്കുന്ന ട്രേഡ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം. അങ്ങനെ ഫോളോ ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾ എൻഡ് ഓഫ് ദ, അതായത് 30 ട്രേഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. വെറും 30 ദിവസം മാത്രം ഇത് ഫോളോ ചെയ്താൽ പറ്റില്ല. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളെ ട്രേഡിങ്ങിൽ ഇത് കൊണ്ടുവരണം, കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ടൈം. അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. ഓക്കെ ഗൈസ്, ഈ വീഡിയോയിലെ അവസാനമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം റിസ്ക് റിവാർഡ്. ഓക്കെ, റിസ്ക് റിവാർഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു പറയുന്ന കാര്യങ്ങൾ പ്രോസസ് എല്ലാം ഫോളോ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു, റിസ്ക് റിവാർഡ് നിങ്ങളെ സീറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആകാൻ വേണ്ടി പറ്റില്ല. അതായത് നിങ്ങൾ എപ്പോഴും ലോസ് ബുക്ക് ചെയ്യുമ്പോൾ ചെറിയ ലോസും, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വലിയ പ്രോഫിറ്റും ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. മിനിമം 1:3 മുതൽ 1:4 വരെയുള്ള റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സെറ്റപ്പുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്കാൽപ്പിംഗ് ചെയ്യരുത്. സ്കാൽപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെന്റലി പ്രഷർ ഇതൊക്കെ ഒരുപാടുണ്ട്. അതായത് നിങ്ങൾ സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ സ്കാൽപ്പ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. നമുക്ക് ഒരു ദിവസം വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഒക്കെ മേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ലൈഫ് ടൈം അതായത് ലോങ് ടൈം പ്രോഫിറ്റ് ആകില്ല. ഓക്കെ, അതുകൊണ്ട് സ്കാൽപ്പിംഗ് നിങ്ങൾ ഒഴിവാക്കുക. സ്കാൽപ്പിംഗിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങൾക്ക് ഒരു മന്ത്ലി ഒരു 10 ട്രേഡ് കിട്ടിയാൽ മതി. മന്ത്ലി ഒരു 10 ട്രേഡ് കിട്ടിയാൽ മതി. അതിനകത്ത് നിങ്ങൾക്കൊരു 3 ട്രേഡ് ലോസ് ആയിട്ടുണ്ടെങ്കിലും ബാക്കി നമുക്കൊരു 7 ട്രേഡ് ഉണ്ട്. ആ ഒരു 7 ട്രേഡിൽ 1:3 ആണ് നിങ്ങളുടെ റിസ്ക് റിവാർഡെങ്കിൽ നിങ്ങൾ അവിടെ പ്രോഫിറ്റ് ആണ്. മനസ്സിലായില്ലേ? നമുക്ക് അത്രത്തോളം ടെൻഷൻ കുറഞ്ഞു കിട്ടും. അതുപോലത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. നമ്മൾ ലോസ് ബുക്ക് ചെയ്യുമ്പോൾ ചെറിയ ലോസ് ഫിക്സ് ആയിരിക്കണം. അതായത് നമ്മളിപ്പോ ഒരു 1000 രൂപയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ കഴിഞ്ഞ നമ്മളെ അവിടെ 1000 രൂപ കഴിഞ്ഞിട്ടും നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ ഡിസിപ്ലിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ശരിയല്ലേ? അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളെ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 30 പോയിന്റാണ് ടാർഗറ്റ് വെച്ചത്. ആ ഒരു 30 പോയിന്റിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുക. അവിടെ വെയിറ്റ് ചെയ്യരുത്. ഇനിയും കുറച്ചുകൂടെ മേലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇനിയും പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ചിലപ്പോൾ അവിടെ റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എവിടെയാണ് ഉണ്ടാകുക? നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പിലാണ് ഉണ്ടാകുക. നമ്മുടെ സ്ട്രാറ്റജിയിൽ ആഡ് ആവേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഗൈസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരു 30 ട്രേഡിൽ നിങ്ങൾ ആഡ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ റിസൾട്ട് എന്താണെന്ന് വന്നിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ബെസ്റ്റ് സ്ട്രാറ്റജി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ബിഗിനേഴ്സിന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ആയിട്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പുതിയതായിട്ട് വരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ലൈവ് ട്രേഡുകൾ, അതായത് ഞാൻ എടുക്കുന്ന ലൈവ് ട്രേഡുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ഒരു എൻട്രി എടുക്കുന്നതും എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.